Hello everyone, welcome to my YouTube channel. This is Avril and you are watching my YouTube channel Avril's Vlogs. So ഇന്നത്തെ ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മൂന്നാറിലെ സിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. ഇത് താജ് ഹോട്ടൽസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ ഒരു റിസോർട്ടാണ്. നല്ല ലക്ഷറീസ് ആയിട്ടുള്ളൊരു അടിപൊളി റിസോർട്ടാണ്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. സോ ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ എൻട്രി. അടിപൊളിയാണ്, പുറത്തൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ നല്ല ക്ലൈമറ്റാണ്. ഇത് സിറ്റുവേറ്റ് ചെയ്യണത് ആനച്ചാലിലെ ETCT എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഈ കാണുന്ന റിസപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഉള്ളോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു വൈബാണ്. അതേപോലെ ഭയങ്കര നല്ല ആംബിയൻസും പിന്നെ ക്ലൈമറ്റും ഒക്കെ നല്ലതാണ്. നല്ല നീറ്റും അതേപോലെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ഇത് വളരെ പുതിയൊരു റിസോർട്ടാണ്. ഈ ഇടക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഉള്ളിൽ വളരെ നല്ലതായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതേപോലെ ഇവിടെ ഗ്ലാസ് വാളാണ്. സോ നമുക്ക് പുറത്തുള്ള വ്യൂ കാണാൻ പറ്റും. അതേപോലെ പുറത്ത് നമുക്ക് ബാൽക്കണി പോലെ ഇരിക്കാനൊക്കെയുള്ള ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ഈ ഒരു വീഡിയോയിൽ ഇവിടെയുള്ള വില്ലാസും അതേപോലെ ഓരോ ഫെസിലിറ്റീസും പിന്നെ കാണാനുള്ളതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അവസാനം വരെ കാണുക. സോ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. സോ റെസ്റ്റോറൻറ്റും റിസപ്ഷൻ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ്. നല്ല ഒരു ആംബിയൻസും അതേപോലെ നീറ്റും ഹൈജീനിക്കും ഒക്കെയാണ്. ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇവിടെയും ഗ്ലാസ് വാൾ തന്നെയാണ് ഇട്ടേക്കണത്. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള വ്യൂ കാണാൻ പറ്റും. സോ ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ വില്ലാസും അതേപോലെ തൊട്ടപ്പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റും കൂടി നമുക്ക് കാണാൻ പറ്റും. സോ അത് ഞാൻ നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള വീഡിയോ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്കിത് ഇതും പുറത്തുനിന്ന് കാണാൻ പറ്റും. ആ ഒരു ഗ്ലാസ് വാളിൽ നിന്ന് കാണാൻ പറ്റും. അതും ഒരു റെസ്റ്റോറൻ്റ് ആണ്, ഒരു ഹട്ട് പോലെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വില്ലാസ്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കൂടെ ഇവിടുത്തെ വില്ലാസ് കാണാൻ പറ്റും. അതായിരുന്നു വില്ലാസ്. സോ നമ്മൾ വില്ലാസിലോട്ട് പോകുമ്പോൾ ഒരു ബഗ്ഗിയിലാണ് പോകുന്നത്. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും റെസ്റ്റോറൻറ്റിൽ നിന്ന് വില്ലാസിലോട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. സോ നമ്മൾ ബഗ്ഗിയിലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ലപോലെ രണ്ട് സൈഡിലും പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ക്ലൈമറ്റുമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് വെള്ളമാണ്. അത് ആക്ച്വലി ഇവിടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ ഫിഷ് ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഫിഷ് ഒന്നും വീഡിയോയിൽ വരുന്നുണ്ടായില്ല. അതിനുള്ളിൽ ഫിഷ് ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു വില്ല ആണ്. ഇവിടെ തന്നെ ഇത് സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ഇതൊരു പൂൾ വില്ലയാണ്. ഇപ്പോൾ ഞാൻ പൊക്കത്തോട്ടാണ് കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് പൂള്. അതേപോലെ തന്നെ ആ പൂളിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് വാഷ്റൂം ഉള്ളത്. വളരെ നല്ല കോട്ടേജസ് തന്നെയാണ്. പിന്നെ ആ കാണുന്നതാണ് ബെഡ്റൂം. ബെഡ്റൂമും നല്ല നീറ്റും ക്ലീനും ഒക്കെയാണ്. സോ ഇതാണ് ബെഡ്റൂം. ഇവിടെ ഒരു ബാൽക്കണി പോലെ നമുക്ക് ഇരിക്കാനും പറ്റും. റൂമിനുള്ളിലും ചെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പൂൾ വില്ല. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേ ഇവിടെ ഫിഷിങ്ങിനായിട്ടുള്ള ഇതുണ്ട്. പിന്നെ പൊക്കത്തുള്ളത് ഒരു വലിയ സ്വിമ്മിംഗ് പൂളാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മളിനി അടുത്തതായിട്ട് ബഗ്ഗിയിൽ തന്നെ വേറൊരു അടിപൊളി കോട്ടേജ് കാണാൻ പോകുവാണ്. സോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. സോ നമ്മൾ പോകുന്ന വഴിക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ പൂള്, അത് അവിടെയാണ് ഉണ്ടായത്. സോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ ഒരു കോട്ടേജാണ്. ഇതിനുള്ളിലോട്ട് നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ട്വിൻ ബെഡാണ് കേട്ടോ. സോ ഇതാണ് ഒരു കോട്ടേജ്. ഇതിൻ്റെ അകത്തും ഒരുപാട് ബേസിക് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ TVയും പിന്നെ ബാൽക്കണിയും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബാൽക്കണിയിലോട്ട് പോകുമ്പോൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ബാത്ത് ടബ് ഉണ്ട്. അതേപോലെ വാഷ്റൂമും ഇവിടെ ഇത് ബാൽക്കണിയിൽ അവിടെ തന്നെയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. പൊക്കത്ത് ഇത് സീലിങ് ഇങ്ങനെ ഇൻറ്റീരിയർ വർക്ക് പോലെയാണ് ചെയ്തേക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്വിമ്മിംഗ് പൂള്. അതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. പിന്നെ ഇത് ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എടുത്തതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോട്ടേജ് കൂടി കാണിച്ചു തരാം. സോ ഇവിടെ ഞാൻ കയറിയപ്പോൾ രണ്ട് സൈഡിലും പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കും ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതൊരു പൂൾ വില്ലയാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു റിസോർട്ടാണ്. ഇതിനുള്ളിലോട്ട് നമ്മൾ കയറുമ്പോൾ ഇതാണ് റൂമും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. TV
വഴിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും കോട്ടേജസ് നമ്മൾ കണ്ടത്. സോ നമ്മൾ കാണാൻ ബാക്കിയുള്ളത് ഇവിടുത്തെ സ്പാ ആണ്. സോ നമ്മൾ അതിനായിട്ട് തിരിച്ചു പോകുവാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ട്രാവൽ വ്ലോഗ്സ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ ഇനി നിങ്ങൾക്ക് സ്പാ കാണിച്ചു തരാം. ഇതാണ് സ്പാ. സോ ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ ട്രാവൽ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വേറെ ഒരുപാട് ട്രാവൽ വ്ലോഗ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയി ചെക്ക് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. സോ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ സൈനിങ് ഓഫ്. ദിസ് ഇസ് ആവറിൽ ആൻഡ് യു ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ആവറിൽസ് വ്ലോഗ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിക് മൂന്നാർ എന്ന് പറഞ്ഞ റിസോർട്ട് ഇഷ്ടമായെങ്കിൽ അതും നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഞാൻ ബ്ലാങ്കഡീസ് എന്ന് പറഞ്ഞ വേറൊരു നൈസ് റിസോർട്ടിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ട്രാവൽ വ്ലോഗ്സ് ഇഷ്ടമാണെങ്കിൽ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. താങ്ക് യു.